ഊരുരുട്ടാതെ നക്ഷത്രക്കാരെ പ്രേതങ്ങൾക്ക് പേടിയാണെന്ന് കൊച്ചുണ്ണി തന്നെയല്ലേ എന്ന് പറഞ്ഞത്? അന്നൊരു മണ്ടത്തരം പറഞ്ഞു പോയി. അതിനുള്ള ശിക്ഷയാണോ ഇത്? ഞാനിപ്പം ഊരുരുട്ടാതെ നാളിന്ന് മാറി. പോടോ, ഞങ്ങൾ പുറകിലില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ, അതാ ഇപ്പൊ കൂടുതൽ പേടി. മുന്നില് കുട്ടി പ്രേതവും പുറയില് വടയക്ഷികളും. എന്താ പേടിപ്പിക്കാതെ ഒറ്റ കുത്തു ശരിട്ടാ ഞാൻ വൈ വച്ചോ. തുറന്നു. കഥവ് തുറക്കാൻ ഇവർക്ക് പേടിയാ കുഞ്ഞെ. തൽക്കാലം എടുത്ത് തിന്നോ. കഥവ് തുറന്നിട്ട് കുഞ്ഞിന് ഞങ്ങളെ കൂടെ തിന്നാനല്ലേ? ഇതെന്താ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങുന്നത്? വല്യമ്മ, എല്ലാവർക്കും എന്ത് പറ്റി? അമ്മുമോളവിടെ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു പോള് കണ്ണടച്ചിട്ടില്ല. എന്താ മൂക്കുവല്ല അസുഖവും? അസുഖമൊന്നുമില്ല. പക്ഷെ ഈ ചെറിയ മാമ ഒരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത്. നമ്മുടെ അമ്മുവിന്റെ ദേഹത്ത് അശ്വതി മോളുടെ ആത്മാവ് കയറിയിരിക്കുക. നേരാ മോനെ, അശ്വതിമോടെ ആത്മാവ് ഈ കൊട്ടാരത്തിൽ അലഞ്ഞു നടക്കുക. ഇന്നലെ രാത്രി അമ്മുമോളെ ദേഹത്ത് അശ്വതി കുഞ്ഞിനെ ഞങ്ങൾ കണ്ടു. വെളുത്ത സാരി ഉടുത്ത് മുടിയൊക്കെ പറത്തി രക്തയക്ഷിയുടെ ഭാവത്തിലായിരുന്നു. മരിച്ചുപോയ എന്റെ അശ്വതി നിങ്ങൾ കണ്ടു അല്ലേ? സത്യമായിട്ടും കണ്ടതാ. ദേ വല്യമാമനോട് ചോദിച്ചു നോക്ക്. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്ത് പിടിച്ചു? വല്യമാമ ഈ ഭ്രാന്തിന് കൂട്ട് വെക്കാണ്. നിങ്ങൾ വലിയ യുക്തിവാദി എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇന്നലെ യുക്തിവാദി മരിച്ചു. ഇപ്പൊ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. വല്യമാൻ പറയുന്ന മോൻ വിശ്വസിക്കണം. നിന്റെ മോള് മനുഷ്യ കുഞ്ഞല്ല, കുട്ടി പിശാചാണ്. തെമ്മാടത്തിനും പറഞ്ഞോണ്ടല്ലോ. എന്റെ നെഞ്ചി കിടന്നുറങ്ങുന്ന കുഞ്ഞാവള്. അവൾക്കൊരു അസുഖമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാരും കൂടെ പറഞ്ഞു ഉണ്ടാക്കാതിരുന്നാ മതി. എവിടെ എന്റെ മോള്? ജീവനെ കൊതിയുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി മോളെ ഹാളെ പൂട്ടിയിട്ടിരിക്കുക. ഇതാ താക്കോൽ. പൂട്ടിയിട്ടിരിക്കുന്നു? അമ്മുമോളെ, എന്താടാ? എന്നെ എല്ലാരും കൂടി ഇന്നലെ പൂട്ടിട്ട് എനിക്കൊന്നും തിന്നാൻ തന്നില്ല. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും നിങ്ങൾ എന്റെ മോളെ പട്ടിണി കിട്ടുമല്ലേ? മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക്? എന്റെ കുഞ്ഞ് പ്രേതമാണത്ര. എനിക്കറിയാം. ഇവിടുത്തെ സ്വത്തിലാ നിങ്ങളുടെയൊക്കെ കണ്ണ്. അതിനു വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. കോടികൾ കണ്ടാലൊന്നും എന്റെ കണ്ണ് മഞ്ഞളിക്കില്ല. ഈ സ്വത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മോളെ മാത്രം മതി. സ്വത്ത് മോഹിച്ചിട്ടോ കുഞ്ഞിനോടുള്ള ഇഷ്ടക്കുറവുണ്ടോ ഒന്നുമല്ല മോനെ. അമ്മുക്കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവനാണെന്നറിയാമല്ലോ. അതിപ്പോ മനസ്സിലായല്ലോ. അയ്യോ, അങ്ങനെ പറയരുതേ. ഏതെങ്കിലും മന്ത്രവാദിയെ വിളിച്ച് നമുക്കിവിടെ ഒരു പൂജ ചെയ്താൽ മതി. എല്ലാം നേരെയാവും. ചെയ്യേണ്ട എന്താന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി എന്റെ മോളെ തൊടണ്ട. അവളെ നോക്കാൻ ആളെ കിട്ടും. ഞാൻ നോക്കട്ടെ. എന്താ കൊട്ടാരം വൈദ്യൻ കൊട്ടാരൻ പാട്ടുകാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ കൊട്ടാരം വേലക്കാരിയും ഒരു പദവി തന്നെയാണേ. എന്ന് വെച്ച് കൂടുതൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അത് ചിലപ്പോൾ ഓട്ടർഷല്ലായിരിക്കില്ല,
ആംബുലൻസിലായിരിക്കും. മനസ്സിലായോടി? ആ പിന്നെ നോക്കിയും കണ്ടൊക്കെ നിന്നോളണം. കാര്യമൊക്കെ ശരിയാ, രാജാക്കന്മാരാ. പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടാവും അലവലാദികൾ. അവിടെ ഒരു പണിയില്ലാണ്ട് വായി നോക്കി നടക്കുന്ന 2 പൂരാടക്കാലുണ്ട്. ഒന്ന് വലിയ പൂരാടം, ഒന്ന് ചെറിയ പൂരാടം. അവന്മാരെ സൂക്ഷിച്ചോണ്ടേ. ദൈവമേ, ഭാർഗവി നിലയം പോലെയുണ്ട്. ഏതാ ഈ കാഷായ വേഷം? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനാണോ? കണ്ടിട്ടൊരു ദുർമന്ത്രവാദിയുടെ ലക്ഷണം. സ്വാമി ശരണം. ശരണം ഗച്ഛാമി. വിനോദ് സാർ പിടികിട്ടിയടാ. വിനോദ് നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനും മനസ്സിലായി കുഞ്ഞിന്റെ ശരീരത്തിൽ ബാധ കൂടിയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, രായ്ക്ക് രാമാൻ ഒരു മന്ത്രവാദി കൊണ്ടുവന്ന്. എന്താ തമ്പ്രാക്കന്മാരെ മന്ത്രം ചൊല്ലിയായിരുന്നോ? അതെ, ശുക്ലാംബരതരം വിഷ്ണു പൂരാടം തിരുനാൾ വലിയ കോഴി തമ്പുരാൻ അല്ലേ? വലിയ കോഴിത്തമ്പുരാനല്ല, വലിയ കോയിത്തമ്പുരാൻ. സ്വാമി ഏത് ആശ്രമത്തിൽ നിന്നാണാവോ വരവ്? നോവാം ഗൃഹാശ്രമം. ഓ കേട്ടിട്ടുണ്ട്. ഹരിദ്വാറിന് അടുത്തല്ലേ ആശ്രമം? ഇവ ഒഴിപ്പിക്കാൻ വന്നാണോ? അല്ല, താമസിപ്പിക്കാൻ വന്നത്. ഓ, പാലമരത്തിൽ ആണയടിച്ച് താമസിപ്പിക്കാനായിരിക്കും. ആ കുഞ്ഞിന്റെ ശരീരത്തിലാണ് കേറിയിരിക്കുന്നതെങ്കിലും ബാധ വലുതാ, ഉഗ്രമൂർത്തിയാ അല്ലേ? നമ്മളെയൊക്കെ നിന്നെപ്പി പറപ്പിക്കും. എന്നെയാ സ്ഥിരം പറപ്പിക്കുന്നത്. അവളുടെ നോട്ടവും എന്നെയാ. സ്വാമി എത്ര ദിവസം കൊണ്ട് ബാധ ഒഴിപ്പിക്കും? എനിക്ക് ദിവസങ്ങളൊന്നും വേണ്ട, മിനിറ്റുകൾ മതി. സമാധാനമായി. പക്ഷെ ഒഴിഞ്ഞു പോകുമ്പോ ഈ പ്രേതാത്മാവ് ഒരു മനുഷ്യാത്മാവിനെയും കൊണ്ടുപോയി. പേടിക്കണ്ട, വലിയ പുരാണം ഭാഗ്യവനാ. ഇത്തവണ പ്രേതാത്മാവ് നോട്ടോട്ടിരിക്കുന്നത് വലിയ പുരാണത്തെയാ. എന്നെ രക്ഷിക്കണം, കാശ് എത്ര വേണേലും തരാ സ്വാമി. ഐശ്വര്യമായിട്ട് പൂശിക്കോ. ഇനി ഐശ്വര്യമായിട്ട് ദക്ഷിണെടുത്തോളൂ. എത്രയായാലും വിരോധമില്ല. എന്റെ 500 ഉള്ളൂ. 100 ഉണ്ടോ നിന്റെ? 100 ഇല്ല. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇങ്ങ എടുത്തോളൂ. കൊടുത്തോളൂ. എന്തിനാ ഇത്ര മടി? സ്വാമി, ആരെ? വർക്ക്ഷോപ്പിലെ ശങ്കരപ്പിള്ളയോട് സാറിന് മോളെ നോക്കാൻ ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, ശങ്കരപ്പിള്ളയുടെ അനന്തരവനാ. ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ച് സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാമി അല്ലയോ? അയ്യോ, നമ്മളൊരു സാധാരണ വർക്ക്ഷോപ്പ് പണിക്കാരനാണ്. ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടുണ്ട്. പിന്നെ സ്വാമിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മോ? അതൊരു ചെറിയ മാജിക് കാണിച്ചതാ. രാവിലെ അമ്പലത്തിൽ പോയതിന്റെ പ്രസാദ. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇവർക്ക് തന്നെ കൊടുത്തു. എന്റെ 500 രൂപ സന്തോഷത്തോടുകൂടി തന്നതല്ലേ, ഞാനതങ്ങ് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കുട്ടി വന്നില്ലേ? വന്നു സാർ, വിളിക്കാം. ഇന്ദു, കണ്ടിട്ടൊരു വശപ്പശൻ. കോഴിത്തമ്പുരാക്കാൻ പറ്റുന്നത് സൂക്ഷിച്ചോളാം. അകത്തേക്ക് പോയിക്കോളൂ. ഇവിടെ അമ്മൂനെ നോക്കുന്ന ജോലി മാത്രം താൻ ചെയ്താൽ മതി. എന്തായാലും അമ്മൂമ്മളുടെ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. വരട്ടെ സാർ. ശരി. എടേ പയ്യൻ, നിന്നെ തന്നെ അവിടെ നിൽക്ക്. അങ്ങനെ പോകാൻ വരട്ടെ. ഇത് സ്ഥലം വേറെയാണ്. വന്ന് കയറിയപ്പോ തന്നെ നീ എന്നെ 500 രൂപ പറ്റിച്ച്. ഇപ്പൊ പോയ പെണ്ണെങ്ങനെ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ സാറന്മാരെ? അവള് നിങ്ങളെ കൊണ്ടേ പോവും. അത് മതി. ഇതാണ് അമ്മുമോളുടെ പുതിയ ചേച്ചി. ചേച്ചിക്ക് എന്നെ പേടിയുണ്ടോ? എന്റെ പൊന്നു മോളെ, ചേച്ചിക്ക് ഒരു പേടിയില്ല. അമ്മുമോളുടെ ദേഹത്ത് എന്തോ ബാധയുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ ഇവിടെ എല്ലാരും പറയുന്നു. അന്ധവിശ്വാസം പിടിച്ച കൂട്ടങ്ങളായി കൊട്ടാരം മുഴുവൻ. അവൾ ആകെ വിഷമത്തിലായിരുന്നു. ഇപ്പോഴാണ് ചിരിച്ചു കാണുന്നത്. ഇനി മോളുടെ കാര്യോർത്ത് സാറ് വിഷമിക്കേ വേണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ലേ മോളെ? എന്നെ മോളെ തനിച്ചാക്കിയിട്ട് നീ അങ്ങ് പൊക്കളഞ്ഞല്ലോ. അമ്മയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമല്ലോ അശ്വതി അറിയുന്നുണ്ടോ? നമ്മുടെ അമ്മുമോളുടെ മുഖം ഒന്ന് വാടിയാൽ പോലും എനിക്ക് സഹിക്കാനാവില്ല.